വയനാട് ആനക്കാംപോയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കേരളക്കര ഇപ്പോൾ. ദുരന്തത്തിൽ ഇതിനകം തന്നെ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും 9 പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. കാണാതായ 5 പേർക്കായി ഇന്ന് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ദുരന്തത്തിന്റെ ഭീതിക്കൊപ്പം അധികൃതരുടെ കർശനമായ നിയന്ത്രണങ്ങൾ മൂലം നാട്ടുകാരും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഷാഫി പറമ്പിൽ എംപിയുടെ ഇടപെടലിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്ന ഒരു കുടുംബത്തെ പോലീസ് വഴിയിൽ തടയുകയായിരുന്നു. കുഞ്ഞിന് തീരെ സുഖമില്ലെന്നും എത്രയും വേഗം തങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണമെന്നും ഗൃഹനാഥൻ ആവർത്തിച്ച് അപേക്ഷിച്ചെങ്കിലും പോലീസ് അതിന് തയ്യാറായില്ല. മുന്നോട്ട് പോകുന്നത് കനത്ത അപകടമാണെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. എന്നാൽ രോഗിയായ കുഞ്ഞുമായി നടു റോഡിൽ കാത്തുനിൽക്കാൻ കഴിയില്ലെന്ന് കുടുംബം വ്യക്തമാക്കിയതോടെ പോലീസും നാട്ടുകാരും തമ്മിൽ വലിയ വാക്കുതർക്കം ഉടലെടുത്തു. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എംപി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പോലീസിനോട് വ്യക്തമാക്കി. തുടർന്ന് വയനാടിന്റെ ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെട്ട എംപി ആ പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്ന ആളുകളെ തടയരുതെന്നും ഈ കുടുംബത്തെ അടിയന്തരമായി കടത്തിവിടണമെന്നും കർശന നിർദ്ദേശം നൽകി. ഒടുവിൽ എംപിയുടെ ഇടപെടൽ ഫലം കാണുകയും ആ കുടുംബം വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയുമാണ് കാണാൻ സാധിച്ചത്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. അതിനെക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരാണ്. അല്ല, ഇവർക്ക് വണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറ്? ഇതുവരെ എല്ലാവരും കടത്തി വിട്ട് ഇവര് ഇപ്പോൾ CM വരുന്നുണ്ടാണ്ട് ഇവർ ബ്ലോക്ക് ആകുന്നത്. കാരണം പറഞ്ഞാൽ അവിടെ മണ്ണ് റോഡ് ഓപ്പൺ ആണ് അവിടെ. ഞങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി കുട്ടികളെ കരയാൻ തുടങ്ങിയായിരുന്നു. എന്ത് ചെയ്യാൻ നിങ്ങൾ പറയും? ഇതുവരെ ഞാൻ വിളിച്ചപ്പോൾ രാവിലെ മുതൽ ഇതുവരെ ഒരു വണ്ടി വിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അല്ലെങ്കിൽ മൊത്തം ബ്ലോക്ക് ചെയ്യാം. നമ്മൾ ടാക്സി ഡ്രൈവർ നമുക്ക് എവിടുന്ന് പൈസ റൂം എടുത്തിട്ടാണ്. ഹലോ, എവിടെയാ? ഒന്ന് പിന്നെ മിനിസ്റ്റർക്ക് ഒന്ന് ഫോൺ കൊടുത്തു. ഹലോ, ഷാഫി, ഞാനേ ഇവിടെ ഈ പോളിടെക്നിക്കിന് മുമ്പിലെത്തി. ഇവിടെ കിടക്കുന്ന ഒരു തേങ്ങാപ്പാടി. അപ്പം ഇവിടെ ഒരു ആളുടെ പേരക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് പിന്നെ വീട്ടിലേക്ക് കൂടെ ചുരക്കാരക്കാരനാണ്. അയാളുടെ ഇതൊക്കെ ഉണ്ട്, ID ആധാർ. അത് 60 ദിവസമായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അങ്ങോട്ട് കടത്തി വിടാത്ത കാരണം കുട്ടിയെ കൊണ്ട് ഇന്നലെ പിന്നെ ഇവിടെ ഹോട്ടലെടുത്ത് ഇന്നും ഇപ്പോൾ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അങ്ങനത്തെ സ്പെഷ്യൽ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം. സ്പെഷ്യൽ ഇവിടെ ഈ പോണ റൂട്ടിലാണ്. അതൊന്നിപ്പോൾ അവരിവിടെ അതല്ല, നിങ്ങളുടെ വീട് അവിടെ വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞു. അപ്പൊ അതൊന്നും ഇവിടെ ആർക്കാഴ്ച അതിൻ്റെ ഒരു ഡയറക്ഷൻ കൊടുക്കണം. ഇവിടെ വീടുള്ളവർക്ക് പോകാൻ അനുമതി, ബാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലുള്ള. അതപ്പോൾ ആരോടാ അത് പറയാ? അല്ല, അതല്ല, ഇവിടെ അത് തടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ പോളിടെക്നിക്കിന്റെ മുന്നിൽ പോലീസ് റോഡ് വെച്ച് തടുത്തിരിക്കുകയാണ്. ആളുടെ പേര്, കുട്ടിയുടെ പാപ്പൻ്റെ പേര് ജലീൽ. ആ വണ്ടി നമ്പർ KL 13 Y 1010. ആ കേട്ടോ. ഹലോ, നിങ്ങളുടെ നമ്പർ 99 47 15 59 42. കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരണത് അപ്പോൾ നിങ്ങൾ അറിയുള്ളൂ കേട്ടോ. MP അവിടെ വിട്ടിരിക്കണേ. വണ്ടി പോവാ.